പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്ന് വന്നേക്കും തന്നെ ആമേൻ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളേവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഈ വർഷത്തിൻ്റെ അവസാനത്തെ ദിവസം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇംഗ്ലീഷുകാർ പറയുന്നത് ലാസ്റ്റ് ബട്ട് വൺ. അതായത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡിസംബർ 30 ഈ വർഷത്തിൻ്റെ 364 ദിവസം. ഈ ചൊവ്വാഴ്ച ദിവസം നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ ചിന്താവിഷയമാണ്. സ്വർഗത്തിലേക്കുള്ള ഏക വഴി ഏതാണ് എന്ന് തിരിച്ചറിയുന്നത് ആര്? സ്വർഗത്തിലേക്കുള്ള ഏക വഴി ഏതാണ് എന്ന് തിരിച്ചറിയുന്നത് ആര്? അത് തിരിച്ചറിയുന്നത് ഒരു യഥാർത്ഥ വിശ്വാസിക്ക് മാത്രമേ സാധിക്കൂ. അതായത് ദൈവം ആരാണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിക്ക്, ദൈവത്തിൻ്റെ പാതകൾ മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് മാത്രമേ സ്വർഗത്തിലേക്കുള്ള ഏക വഴി ഏതാണ് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കത്തുള്ളൂ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നിന്റെ ആത്മാവിനെ മഹത്വത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ ക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ. പിതാവായ ദൈവം തൻ്റെ പുത്രനെ സ്വർഗത്തിലേക്കുള്ള ഏക വഴിയായി നിർണയം ചെയ്തിരിക്കാൽ മറ്റെല്ലാ വഴികളും അവ എത്ര ആകർഷകമായി തോന്നിയാലും നാശത്തിലേക്കായിരിക്കും നയിക്കുന്നത്. നിന്നെ സംബന്ധിച്ചിടത്തോളം മർമ്മപ്രധാനമായ ഒരു ഇടപാട് കർത്താവുമായി ഉണ്ടായതിനു ശേഷം മാത്രമേ സ്വർഗത്തിലേക്കുള്ള നിന്റെ യാത്ര ആരംഭിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. അവൻ്റെ പാപ പരിഹാര യാഗത്തിൽ കൂടെ മാത്രം ലഭ്യമാകുന്ന കൃപയാലുള്ള രക്ഷ നീ സ്വീകരിക്കുകയും കുറ്റമറ്റതായ അവൻ്റെ നേതൃത്വം നീ അംഗീകരിക്കുകയും വേണം. അത് മാത്രമാണ് ദൈവത്തേക്കിലേക്കുള്ള വഴി എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പരിചയമില്ലാത്ത ഒരു ഭൂപ്രദേശത്തു കൂടി ഒരു മനുഷ്യൻ യാത്ര ചെയ്യുമ്പോൾ വളരെ ഉയരമുള്ള ചില പർവ്വതനിരകൾ കടന്നു പോകേണ്ടി വന്നു. ഒരു വഴികാട്ടിയുടെ സഹായം കൂടാതെ അത് സാധ്യമല്ല എന്ന് അയാൾക്കറിയാമായിരുന്നു. ഒരാൾ സേവനം വാഗ്ദാനം ചെയ്തപ്പോൾ സഞ്ചാരി ചോദിച്ചു, എനിക്ക് പോകേണ്ട ഗ്രാമത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ? ഇല്ല. വഴികാട്ടി മറുപടി പറഞ്ഞു, അവിടേക്കുള്ള വഴിയിൽ കുറേ ദൂരം ഞാൻ പോയിട്ടുണ്ട്. അവിടെ നിന്നും മുമ്പോട്ട് പോകേണ്ടത് എങ്ങനെയാണ് എന്ന് ഞാൻ കേട്ടറിഞ്ഞിട്ടുണ്ട്. യാത്രക്കാരന് പ്രകാരം പ്രവചിച്ചു, നിങ്ങളുടെ സേവനം സ്വീകരിക്കുവാൻ കഴിയാത്തതിൽ ഞാൻ ദുഃഖിക്കുന്നു. മറ്റൊരാൾ മുമ്പോട്ട് വന്നു. അയാളോടും അതേ ചോദ്യം തന്നെ ചോദിച്ചു, നിങ്ങൾ എന്നെങ്കിലും അവിടെ പോയിട്ടുണ്ടോ? ഇല്ല, ഞാൻ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് താഴോട്ട് ആ ഗ്രാമത്തിലേക്കുള്ള വഴി നോക്കി കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ അറിവുണ്ടെന്ന് പറയുന്നുവെങ്കിലും എൻ്റെ വഴികാട്ടി എന്ന നിലയിൽ നിങ്ങളെ പൂർണ്ണമായി ആശ്രയിക്കുവാൻ എനിക്ക് ധൈര്യമില്ല എന്ന് സഞ്ചാരി പറഞ്ഞു. ഒടുവിൽ മൂന്നാമതൊരാൾ തനിക്ക് ആ വഴികളെല്ലാം ശരിയായിട്ട് അറിയാമെന്ന് അവകാശപ്പെട്ടു. മറ്റൊരുവനോട് ചോദിച്ച ചോദ്യം തന്നെ അയാളോട് ചോദിച്ചപ്പോൾ അയാൾ ധൈര്യപൂർവ്വം പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ താങ്കൾക്ക് പോകേണ്ടുന്ന ഗ്രാമം എൻ്റെ സ്വദേശമാകുന്നു. അയാൾ തനിക്ക് വിശ്വസിക്കാവുന്ന വഴികാട്ടിയാണെന്ന് സഞ്ചാരിക്ക് ഉടനെ ബോധ്യമായി. ദൈവത്തിൻ്റെ നഗരത്തിലേക്കുള്ള വഴി ഇന്ന് അനേകരും അന്വേഷിക്കുന്നുണ്ട്. ഭാഗികമായി ഉൾക്കാഴ്ചയോടുകൂടിയ വിവിധ മത സംശയാസ്പദമായ സഹായ വാഗ്ദാനങ്ങൾ നൽകുന്ന സഭകളുണ്ട്. എന്നാൽ സ്വർഗം തൻ്റെ നിത്യമായ വാസസ്ഥലമാകയാൽ ക്രിസ്തുവിന് മാത്രമേ ഞാൻ തന്നെ ആകുന്നു വഴി എന്ന് ആധികാരികമായി പറയുവാൻ സാധിക്കുകയുള്ളൂ. അവനിൽ കൂടിയല്ലാതെ നിനക്ക് ഒരിക്കലും പിതാവിൻ്റെ ഭവനത്തിൽ ചെല്ലുവാൻ സാധ്യമല്ല. കൃപയാലുള്ള രക്ഷ എന്ന ദൈവത്തിൻ്റെ വഴി ഒരു പാരച്ചൂട്ട് പോലെയാണ്. അതിന് പകരമായി മറ്റൊന്നുമില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വർഗത്തിലേക്കുള്ള ഏക വഴി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ആണ് എന്ന് കൃത്യമായിട്ട് ആര് മനസ്സിലാക്കിയിട്ടുണ്ടോ അവർക്ക് മാത്രമേ ഈ ലോകത്തിൽ നിന്ന് ആ സ്വർഗത്തിലേക്ക് എത്തുവാൻ സാധിക്കത്തുള്ളൂ. കാരണം ആ സ്വർഗത്തിൽ ജീവിക്കുന്നവനാണ് നമ്മുടെ ജീവനുള്ളവനായ കർത്താവായ യേശു ക്രിസ്തു. ആ യേശുവിലൂടെ അല്ലാതെ നമുക്ക് അവിടെ വഴിതെറ്റാതെ എത്തുവാൻ സാധ്യമല്ല. ഇപ്പോൾ കൂണുപോലെ ഒളിച്ചു വന്നിരിക്കുന്ന ഒരുപാട് പ്രൊട്ടസ്റ്റന്റ് സഭകളുണ്ട്. ഞാൻ അവർക്കെതിരല്ല. എന്നാൽ തന്നെയും അവർ കാണിച്ചു കൊടുക്കുന്ന യഥാർത്ഥ വഴി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നതായ ആ വഴി തന്നെയാണോ എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്
മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്നത് ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ പരസ്യ ശുശ്രൂഷയിൽ നമ്മെ ഉദ്ബോധിപ്പിച്ചതായ കാര്യങ്ങളും അവൻ്റെ ആ ഗിരിപ്രഭാഷണത്തിലൂടെ നാം കേട്ടതായ കാര്യങ്ങളൊക്കെയും നാം കൃത്യമായി മനസ്സിലാക്കി അത് പലതവണ വായിച്ച് വേദപുസ്തക ഭാഷ്യങ്ങളും വേദപുസ്തക വിജ്ഞാന കോശങ്ങളും ഒക്കെ റെഫർ ചെയ്ത് അതിനെ കൃത്യമായി മനസ്സിലാക്കി അതിൻ്റെ അന്തസത്ത മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ യഥാർത്ഥ വിശ്വാസിയായിട്ട് മുമ്പോട്ട് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള വിവരം നമുക്ക് ഏവർക്കും അറിയാമെങ്കിലും അതിന് എത്ര പേർ ഒരുങ്ങുന്നുണ്ട് എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ വർഷാവസാനത്തിൽ ഇന്ന് ഈ വർഷത്തിൻ്റെ അവസാനത്തെ ദിവസത്തിന് മുമ്പുള്ള ദിവസം, അതായത് 30 ഡിസംബറാണ്. നാളെ നമ്മളെല്ലാവരും ഈ പുതുവത്സരത്തിൻ്റെ ആഘോഷത്തിൽ മുഴുകുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ എൻ്റെ ദൈവമായ കർത്താവിൻ്റെ കൂടെ അവൻ്റെ രണ്ടാമത്തെ വരവിൽ പോകേണ്ട അവസരത്തിൽ ഞാൻ അതിന് യോഗ്യനാണോ എന്ന് ചോദിച്ചതിന് ശേഷം ഇതൊക്കെയും ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. നമ്മൾ ചെയ്യുന്നതായ പാപങ്ങൾ അവൻ മോചിച്ചു തരും. അതിനു വേണ്ടിയിട്ട് മുട്ടിപ്പായിട്ട് നമ്മൾ അവൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇടപെടാതെ നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, സൽപ്രവർത്തികൾ ചെയ്യുന്നുവെങ്കിൽ, സഭയുടെ ചട്ടക്കൂട്ടിൽ നിൽക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ച് നമുക്ക് മുമ്പോട്ട് നല്ലൊരു ക്രിസ്ത്യാനിയായി ജീവിച്ച് ബാക്കിയുള്ള ജീവിതം വളരെ ആത്മീയമായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. അതിനു വേണ്ടിയിട്ട് നാം ചെയ്യേണ്ടത് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച് ദൈവത്തെ ഉള്ളിൽ സ്വീകരിച്ച ശക്തി കൊണ്ട് നല്ലൊരു ക്രിസ്ത്യാനിയായി ജീവിച്ച് ലോക ജീവിതം സഫലമാക്കുകയും സ്വർഗത്തിലൊരു അവകാശിയാകുന്നതിനും വേണ്ടി നാം സൽപ്രവൃത്തികൾ തന്നെ ചെയ്തുകൊണ്ട് ഇരിക്കണം. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ ഭവനത്തിന് മാത്രമല്ല, നമ്മുടെ നാടിന് മാത്രമല്ല, നമ്മുടെ സഭയ്ക്ക് മാത്രമല്ല, നമ്മൾ ഈ ലോകത്തിന് തന്നെ നമ്മൾ ഒരു അനുഗ്രഹമായി തീരും എന്ന് മാത്രം ഈ വർഷാവസാന അവസരത്തിൽ ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും ഞാനൊന്ന് ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഈ വർഷത്തിൻ്റെ, അതായത് 2025 ബൈ ബൈ പറഞ്ഞുകൊണ്ട് 2026 പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പുതിയ തീരുമാനമെടുത്തുകൊണ്ട് നിങ്ങളെല്ലാവരും മുമ്പോട്ട് പോകണമേ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.